ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ TRFന്റെ തലവൻ ഷെയ്ഖ് സജ്ജാദ് ഗുല്ലാണ്. ഗുല്ലുമായി ബന്ധപ്പെട്ട് ഗുൽ കേരളത്തിലെത്തിയിരുന്നു, കേരളത്തിൽ പഠിച്ചിരുന്നു എന്ന വിവരങ്ങൾ ഇന്നലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ പുറത്തുവന്നിരുന്നു. കേരളത്തിലും കഴിഞ്ഞിരുന്നതായ NIA തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പഠനത്തിന് വേണ്ടിയാണ് ഷെയ്ഖ് സജ്ജാദ് ഗുൽ കേരളത്തിലേക്ക് എത്തിയിരുന്നത്. ബാംഗ്ലൂരുവിലെ MBA പഠനത്തിന് ശേഷമാണ് കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കിയത്. 10 ലക്ഷം രൂപയാണ് ഇയാളെ പിടികൂടുന്നവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഭീകരാക്രമണത്തിന്റെ പഹൽഗാമിൽ 25 ഇന്ത്യക്കാരുടെ ഒരു നേപ്പാളി പൗരന്റെയും ജീവനെടുത്ത പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച ലോകത്തെ ഞെട്ടിച്ച ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഇയാളാണ് എന്ന വിവരമാണ്. ഇയാളുടെ കേരള കണക്ഷനെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഏറെക്കുറെ 50 വയസ്സ് പ്രായം ഇയാൾക്കുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾക്കുള്ള വിവരം. ശ്രീനഗറിൽ പഠിച്ചു, പിന്നീട് ബംഗളൂരുവിലേക്ക് വന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് വേണ്ടി കേരളത്തിൽ പഠിച്ചു. കേരളത്തിൽ എവിടെ പഠിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കേരള പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2002 മുൻപ് നൽകിയ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും വിവരം ഇപ്പോൾ കേരള പോലീസ് ഭീകരനാണ് എന്നത് 2001 കണ്ടത്. 2002 ഇയാളെ RDX കൈവശം വച്ച കേസുമായി ബന്ധപ്പെട്ട് ജയിലടച്ചു. 2017 മോചിതനായി വീണ്ടും ഇയാൾ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് വരികയായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പഹൽഗാമിലെ ഓപ്പറേഷന് നേതൃത്വം നൽകിയത്, ആ ഭീകര ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. അതിന്റെ ആസൂത്രണം ഇയാളാണ്. അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ കേരള പോലീസ് ശേഖരിക്കുന്നത് ഗുല്ലുമായി ബന്ധപ്പെട്ട? ആര്യ, പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് NIA കണ്ടെത്തിയിരിക്കുന്ന ഷെയ്ഖ് സജ്ജാദ് ഗുൽ, ഇയാളെപ്പറ്റി ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ആ വിവരങ്ങൾ സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് കേരള പോലീസ് നടത്തുന്നത്. കേരളത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം NIAക്ക് ലഭിച്ചു എന്നാണ് കേരള പോലീസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എവിടെയാണ് ഇയാൾ ഉണ്ടായിരുന്നത്? ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം NIAക്ക് ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് എന്നതടക്കം കാര്യങ്ങളാണ് കേരള പോലീസ് തേടുന്നത്. ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ പ്രകാരം കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് 2002 മുൻപ്, അതായത് 2000, 2001 അതല്ലെങ്കിൽ 99 സമയത്തൊക്കെ ആവണം ഇയാൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2002 മുൻപ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ്, അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കേരളത്തിൽ എവിടെ എന്നുള്ള ഒരു സൂചനയെങ്കിലും കിട്ടിയിട്ടുണ്ടോ നമ്മുടെ പോലീസിന്? നിലവിൽ അങ്ങനൊരു വ്യക്തമായ സൂചന കേരള പോലീസിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഇയാളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ NIA കേരള പോലീസിനൊന്നും കൈമാറിയിട്ടുമില്ല. NIA ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്താനുള്ള ഒരു നിയമപരമായ സാധ്യതയുമില്ല. കാരണം അയാൾക്കെതിരെ കേരള പോലീസിന്റെ ക്രൈം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ NIA നടത്തുന്ന അന്വേഷണമാണ്. NIA അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേരള പോലീസിന് കൈമാറണമെന്നുമില്ല, കാരണം രഹസ്യാത്മകത സൂക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ഇങ്ങനൊരു വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം, സ്പെഷ്യൽ ബ്രാഞ്ച് ആണ് ഈ വിവരങ്ങൾ അന്വേഷിക്കാൻ. അത് സ്വാഭാവികമാണ്. അത്തരമൊരു വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് എന്താണ് എന്ന് അന്വേഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ശ്രമിക്കും. ആ ഒരു രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അപ്പോൾ ഇയാൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് അത് അങ്ങനെ കണ്ടെത്തും. അപ്പോൾ അത്തരം ലാബ് ടെക്നീഷ്യൻ കോഴ്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെ? നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ, പല മേഖലകളിൽ, മുക്കിലും മൂലയിലും ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ശേഖരിക്കുക അത്ര എളുപ്പമുള്ള ഒരു ജോലി ആയിരിക്കില്ല. അതും 2002 മുൻപുള്ള സർട്ടിഫിക്കറ്റുകൾ. അത് വലിയ ഭഗീരഥ പ്രയത്നമാണ്. പക്ഷേ ആ സമയത്ത് പഠിച്ച ആൾക്കാർക്കാർക്കെങ്കിലും ഇയാളെ പറ്റിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ പുറത്തു വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. നിലവിൽ സ്പെഷ്യൽ ബ്രാഞ്ച് മാത്രമാണ് ഈ അന്വേഷണം നടത്തുന്നത്. അങ്ങനെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നിർദ്ദേശം സ്പെഷ്യൽ ബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട്. പക്ഷേ NIA ഇത് സംബന്ധിച്ച് ഒരു വിവരവും കേരള പോലീസിനെ കൈമാറിയിട്ടില്ലെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. NIA പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിക്കുന്നുണ്ട്. അവർ അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു പക്ഷേ കേരളം കേന്ദ്രീകരിച്ച് ഇയാൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രീകരിച്ച് ഇയാൾ ഇവിടെ പ്രവർത്തിച്ചപ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കേന്ദ്രീകരിച്ചൊക്കെ NIA കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ആ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താനും ഒക്കെയുള്ള സാധ്യതയുണ്ടെന്നാണ് കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നത്. എവിടെയാണ് സജ്ജാദ് പഠിച്ചത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ഏത് മേഖല കേന്ദ്രീകരിച്ചാണ്? കാരണം അത് അങ്ങനെ ഒരാൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. അയാളുടെ ബാക്കി പത്രങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അറിയുക എന്നുള്ളത് കേരള പോലീസിന്റെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഈ ചിത്രങ്ങളൊക്കെ കണ്ട് അന്ന് കൂടെ പഠിച്ച ആരെങ്കിലും തിരിച്ചറിയണം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നോട്ടീസോ വിവരങ്ങളോ ആ രീതിയിൽ എന്തെങ്കിലും സർക്കുലർ ഇറക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ?
നിലവിൽ അങ്ങനെ ഒരു സർക്കുലറോ ഒന്നും ഇറക്കാനുള്ള സാധ്യതയില്ല. കാരണം കേരള പോലീസിന് ഇയാളുമായി ബന്ധപ്പെട്ട് ഒരു കേസും അവർക്കില്ല. അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ കേരള പോലീസിന് ഒരു കേസ് അന്വേഷിക്കുന്നത് പോലെ അന്വേഷിക്കാൻ കഴിയില്ല. വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നെ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് കേരള പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ആ കേസിന്റെയോ ഈ വ്യക്തിയുടെയോ വിവരങ്ങൾ NIA കേരള പോലീസിന് ഔദ്യോഗികമായി നൽകിയിട്ടുമില്ല. അത് സംബന്ധിച്ച് ഏതെങ്കിലും അന്വേഷണം നടത്താൻ കേരള പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്നാണ് പോലീസ് ഉന്നതർ പറയുന്നത്. അനന്തൻ, ഈ കാലം വളരെ പ്രധാനമാണല്ലോ. 2000 വർഷങ്ങളാണ്, 95, 2005, 2010 വരെയുള്ള കാലത്താണല്ലോ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടോ, അതിന്റെ വേരുകളുണ്ടോ എന്ന ചർച്ച വലിയ തോതിൽ സജീവമാക്കപ്പെടുന്നത്. ഇപ്പോൾ ജമ്മു കശ്മീരിൽ നടന്ന തീവ്രവാദി നുഴഞ്ഞുകയറ്റ ശ്രമം, അതിൽ മലയാളികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടപ്പോഴാണല്ലോ തീവ്രവാദത്തിന്റെ വേരുകൾ ഇവിടെയുണ്ട് എന്നത് നമ്മൾ ആത്യന്തികമായി ഔദ്യോഗികമായി കൂടുതൽ സ്ഥിരീകരിക്കുന്നത്. അതിനു മുൻപും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായിരുന്നു, ഒറ്റപ്പെട്ട നീക്കങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് പുതിയ പല സ്ഥാപനങ്ങളും, ഇപ്പോൾ ഈ പറയുമ്പോൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സായിരിക്കാം, മറ്റു മേഖലകളിലെ കോഴ്സുകളായിരിക്കാം, പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും തീവ്രവാദ പ്രവർത്തനത്തിന് ഇതൊരു മറയായി മാറുന്നുണ്ട്. അത്തരം സംഘടനകൾക്കുള്ള സ്ലീപ്പർ സെല്ലായി ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ചർച്ചയൊക്കെ വന്നൊരു കാലമാണ് ഈ 2000 എന്ന് പറയുന്നത്. ആ സമയത്തായിരിക്കാം ഇയാൾ ഇവിടെ പഠിച്ചത് എന്താണല്ലോ കണ്ടെത്തൽ. അന്നുള്ള സംഘടനകളുടെ ഇപ്പോഴത്തെ സജീവത, അന്നുള്ള അത്തരം സ്ഥാപനങ്ങളുടെ ഇപ്പോഴത്തെ സജീവത, അതുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ നമ്മുടെ രഹസ്യാന്വേഷണത്തിന്, സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് തന്നെ അക്കാര്യത്തിൽ വലിയ തോതിലുള്ള അറിവുള്ളതാണ്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടില്ലേ? തീർച്ചയായിട്ടും. കാരണം രതീഷ് സൂചിപ്പിച്ചത് കൃത്യമാണ്. 2000-ന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ കേരളത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ ചില പരിശീലന പദ്ധതികൾ ഇവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ കേരള പോലീസിന് ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം കേരള പോലീസ് നടത്തിയിരുന്നു. മാത്രമല്ല, ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കേരള പോലീസിന്റെ പ്രതിനിധികൾ അവിടെ പിടിക്കപ്പെട്ട കേസുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ, പല കേസുകളിലും അതിന്റെ ലിങ്ക് കേരളത്തിലേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ കേസിലൊക്കെ പ്രതിയായിട്ടുള്ളവർക്ക് കേരളത്തിൽ സന്ദർശിച്ചതിന്റെ ബാക്ക് ഹിസ്റ്ററി ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഇതിനുവേണ്ടി പ്രത്യേക ഒരു ടീമിനെയൊക്കെ സജ്ജീകരിക്കുകയും അവർ അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കേരളത്തിലെ ചില വനാന്തരങ്ങൾ, വനമേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശീലനം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. കണ്ണൂരിലടക്കം അത്തരം സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്ന് വിശദമായ അന്വേഷണമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഇനി ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സജ്ജാദ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ അത്തരം പ്രവർത്തനങ്ങളുടെ ഏകോപനം മറ്റോ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിശദമായ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഇങ്ങനെ ഒരാൾ, നിലവിലുള്ള വിവരങ്ങളെല്ലാം സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. ഔദ്യോഗികമായ ഒരു വിവരവും കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇയാളുടെ സാന്നിധ്യം ഈ കാലഘട്ടങ്ങളിൽ 2002 മുൻപ് 99 അല്ലെങ്കിൽ 90കളുടെ അവസാനത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ള വിവരം സ്ഥിരീകരിക്കാനാണ് ഇപ്പോൾ കേരള പോലീസ് ശ്രമിക്കുന്നത്. അങ്ങനെ സ്ഥിരീകരിച്ചാൽ അത് അപകടകരമാണ്. അയാൾ ആരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, അയാളുടെ പ്രവർത്തന പദ്ധതികളിൽ അല്ലെങ്കിൽ പ്രവർത്തന വലയത്തിനുള്ളിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, അതിന്റെ ബാക്കി ആരെങ്കിലും ഇവിടെ തുടരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അവർ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ലാബ് ടെക്നീഷ്യൻ കോഴ്സുകൾ നടത്തിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവിടെ നിന്ന് 2002 മുൻപ് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ, ഒരു പക്ഷേ ചില ഉദ്യോഗസ്ഥർ പറയുന്നത് ഇയാൾ അതേ പേരിൽ തന്നെ ഇവിടെ പഠിക്കണമെന്നൊന്നുമില്ല, പേരൊക്കെ മാറ്റിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. കാര്യമാണ്. സ്വാഭാവികമായും ശരിക്കുള്ള പേരോ അല്ലെങ്കിൽ ഒന്നും നൽകണമെന്നില്ല, ശരിക്കുള്ള രേഖകളോ നൽകണമെന്നില്ല. അപ്പോൾ ഇയാളുടെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കാലം തൊട്ടടുത്ത കാലത്ത് തന്നെയാണ് RDXമായി ഡൽഹിയിൽ പിടിയിലാകുന്നത്. അപ്പോൾ തീവ്രവാദ പരിശീലനമോ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തുടങ്ങുന്നതോ ആയ കാലത്തായിരിക്കാം കേരളത്തിൽ പഠിച്ചിട്ടുമുണ്ടാകുക. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് ഇവിടെ താമസ സൗകര്യം ഒരുക്കിയത് ആരാണ്? ഇയാൾ ഇവിടെ എത്തിച്ചത് ആരാണ്? ഒരു കശ്മീരി കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ അതിന് പറ്റിയ ഒരിടം, അതിനുള്ള അവസരം, അതിനുള്ള സംവിധാനം, താമസിക്കാൻ ഉൾപ്പെടെയുള്ള സംരക്ഷണം എല്ലാം ഒരുക്കിയത് ആരാണ്, എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിവരങ്ങൾ അറിയാൻ സ്വാഭാവികമായും നമുക്കൊക്കെ താല്പര്യമുണ്ടാകും. ഇത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയമാണ്. സംസ്ഥാന പോലീസിന് വലിയ തോതിൽ റോളില്ല. പിന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളെ, ഇന്റലിജൻസ് ഏജൻസികളെ സഹായിക്കുക എന്നതാണ് നമ്മുടെ സംസ്ഥാന ഇന്റലിജൻസിന്റെയൊക്കെ ജോലിയായി ഇക്കാര്യത്തിൽ വരുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ എന്തെങ്കിലും വിവരം ആരായുകയാണെങ്കിൽ അവരെ സഹായിക്കുക എന്നതാണ്. അപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു ഈ അന്വേഷണം എന്നതൊക്കെ ഒരുപക്ഷെ രഹസ്യ സ്വഭാവത്തിലായിരിക്കാം.